പിടികിട്ടുന്നുണ്ടോ? എന്നാൽ പതിവ് പോലെ തന്നെയാണ് യേശു വന്നതെങ്കിലും അവൻ്റെ മേലൊരു പ്ലീത്തോ ഫില്ലിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട്, ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കുണ്ടായിരുന്നത് കൊണ്ട് അവൻ പള്ളിയിലേക്ക് വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മറഞ്ഞിരിക്കാൻ പറ്റിയില്ല, അതിന് വെളിപ്പെട്ടു വരേണ്ടി വന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ വാക്കുകളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത് അകത്ത് നിറഞ്ഞിരിക്കുന്ന ആന്തരിക ശക്തിയല്ല, പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്ലേത്തോയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ശക്തി അവൻ്റെ വാക്കുകളിലൂടെ സിനഗോഗുകളുടെ അന്തരീക്ഷത്തിനകത്തേക്ക് വ്യാപരിച്ചപ്പോൾ ഉള്ളിൽ പലരുടെയും ഉള്ളിൽ മറഞ്ഞിരുന്ന ദുരാത്മാക്കൾ പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് പുറത്തോട്ട് വരാൻ തുടങ്ങി. അവൻ നിലവിളിച്ച് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നസറേത്തിലെ യേശുവേ, നീ ഞങ്ങളെ എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? ആമേൻ, ആമേൻ, ആമേൻ. പെട്ടെന്ന് തന്നെ അവിടെ ഒരു മിറക്കിൾ നടക്കുകയാണ്. യേശു ആ മനുഷ്യൻ്റെ മേൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുന്നു. അന്നുവരെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മോശെ അത് ചെയ്തിട്ടില്ല, യോശുവ അത് ചെയ്തിട്ടില്ല, ദാവീദ് അത് ചെയ്തിട്ടില്ല, പിന്നെ അബ്രഹാം അത് ചെയ്തിട്ടില്ല. എന്തിനു പറയുന്നു? ഒരു പ്രമുഖന്മാരായ അഭിഷിക്തന്മാരും മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ മറശീലയെ കീറിക്കൊണ്ട് അവനെ പുറത്തോട്ട് കൊണ്ടുവന്നിരുന്നില്ല. പഴയ നിയമത്തിലുള്ള ആൾക്കാരെല്ലാം ശക്തന്മാർ തന്നെയായിരുന്നു. അവർ പ്രാർത്ഥിച്ച് ആകാശത്ത് നിന്ന് തീയിറക്കിയവരുണ്ട്, പറഞ്ഞ് കാറ്റിനെയും കടലിനെയും നിയന്ത്രിച്ചവരുണ്ട്, വെള്ളത്തെ വിഭാഗിച്ചവരുണ്ട്, ജനത്തെ പുറത്തു കൊണ്ടുവന്നവരുണ്ട്. അസാധാരണമായ അഭിഷേകം ഉണ്ടായിരുന്നിട്ടും ഒരു പ്രത്യേക മേഖല അവരാർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എൻ്റെ കൂടെ ഒന്ന് കയറി വരണേ. അടുത്തൊരു അസാധാരണമായ അധികാരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ മേൽ പ്ലീത്തോ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണ്. സമുദ്രങ്ങളെ വിഭാഗിക്കുന്നവൻ എത്ര സമുദ്രങ്ങളെ വിഭാഗിച്ചാലും പിശാചിൻ്റെ സാമ്രാജ്യത്തിന് അതൊരു വെല്ലുവിളിയേ അല്ല. ഉണങ്ങിയ നിലത്തുകൂടി ആൾക്കാരെ നടക്കുമാറാക്കിയാൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല. എത്ര രോഗങ്ങളെ സൗഖ്യമാക്കിയാലും പിശാചിൻ്റെ സാമ്രാജ്യത്തിനകത്ത് വലിയ കാര്യമല്ല. അത്ഭുതങ്ങൾ ചെയ്താലും അടയാളങ്ങൾ ചെയ്താലും എന്തൊക്കെ വീര്യപ്രവൃത്തികൾ ചെയ്താലും പിശാചിൻ്റെ രാജ്യത്തിന് ഇളക്കം തട്ടുന്ന അളവിലൊന്നും അവർക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു പ്ലീത്തോ ഫില്ലിങ്ങിനകത്തോട്ട് വന്നതിന് ശേഷം ആദ്യത്തെ അത്ഭുതം ആ പള്ളിയിൽ നടക്കുന്നത് ഇന്നലെ വരെ ചരിത്രത്തിനകത്ത് മറഞ്ഞിരുന്ന, എൻ്റെ ഭാഷയിൽ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ആദാമിൻ്റെ കാലഘട്ടം തൊട്ട് യേശു ക്രിസ്തു പള്ളിയിലേക്ക് വരുന്ന ആ നിമിഷം വരെ തിരശ്ശീലയ്ക്കകത്ത് മറഞ്ഞിരുന്നുകൊണ്ടായിരുന്നു ഇവൻ്റെ വർക്ക് മുഴുവൻ. ഇവൻ്റെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലങ്ങൾ, പരിണിത ഫലങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും. കുഷ്ഠം വരും, രോഗം വരും, ബന്ധനം വരും, മരണം വരും, അപകടം വരും, ദാരിദ്ര്യം വരും, ശാപം വരും, ഇതെല്ലാം വരുത്തും. പക്ഷേ ഇത് ആരാ വരുത്തുന്നതെന്ന് ആർക്കും പിടികൊടുത്തിട്ടില്ല. ഇവൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഇതെല്ലാം ചെയ്തതിന് ശേഷം ചെന്നങ്ങ് മറശീലയ്ക്കകത്ത് മറഞ്ഞിരിക്കും. ആർക്കും ഒരു പ്രശ്നവും ഇല്ല. പിശാചി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ധാരണയില്ല. എന്നാൽ പ്ലീത്തോ ഫില്ലിംഗിൽ വന്ന യേശു ആദ്യം തന്നെ വന്നിട്ട് ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? അവൻ അങ്ങോട്ട് ദേവാലയത്തിനകത്തുനിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മറഞ്ഞിരുന്ന തിരശീലയ്ക്കകത്തിരുന്ന ദുഷ്ടാത്മശക്തിയെ പുറത്തേക്ക് വെളിയിലേക്ക് കൊണ്ടുവന്നു. അവൻ ആദ്യമായി നിലവിളിച്ചു ചോദിച്ചു: കർത്താവേ, നീ ഞങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി വന്നതെന്ത്? ആദ്യത്തെ മിറക്കിൾ അവിടെ നടക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട് പോറിംഗ് പ്രാപിച്ച യേശുവിൻ്റെ ആദ്യത്തെ മിനിസ്ട്രി നടക്കുന്നത് ദുരാത്മാക്കളെ അവരുടെ ശരീരങ്ങളിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു. അവിടെ കൂടുന്ന യഹൂദന്മാരെല്ലാം ഞെട്ടിയിട്ട് അവർ വേദപുസ്തകത്തിലെ ചുരുളുകളെല്ലാം പരിശോധിച്ചു. ഈ ശുശ്രൂഷ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? കേൾക്കുന്നുണ്ടോ? അയ്യോ, ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? കാരണം ഞങ്ങളുടെ പൂർവികന്മാരാരും ഇത് ചെയ്തിട്ടില്ല. ഇവൻ എന്തോ പുതിയൊരു ഉപദേശം കൊണ്ട് വരികയാണ്. ആമേൻ. ഞാനൊരു വെളിപ്പാട് പറഞ്ഞാൽ എത്ര പേർ അതിനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയാൽ അത് ധൈര്യമായി ചെയ്തു കൊള്ളണം. ഹല്ലേലൂയ. അതാർക്കും ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അവരെല്ലാം വേദപുസ്തകത്തിൻ്റെ അകത്ത് പരതിക്കൊണ്ട് നടക്കും. ഇത് ഇന്ന ആൾ ചെയ്തിട്ടുണ്ടോ? ഇത് ഇന്ന സഭ അംഗീകരിച്ചിട്ടുണ്ടോ? ഇത് ഇന്ന ഡിനോമിനേഷൻ കൈവച്ച് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരുടെ അംഗീകാരത്തിനകത്ത് നിൽക്കാൻ പ്ലെയർ ഓഫ് ഫില്ലിങ്ങിനകത്തല്ല, പ്ലീത്തോ ഫില്ലിങ്ങിനകത്ത് ചലിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കിനകത്ത് നടക്കുന്നവൻ നിയമങ്ങൾക്ക് അതീതനായി ചലിക്കുന്നവനാണ്. ഇന്ന് രാത്രി ആരാ വിശ്വസിക്കുന്നേ? ഇന്ന് രാത്രി പരീശന്മാരുടെ ഭക്തിക്ക് മുകളിലൂടെ വ്യാപരിക്കുന്നതാണ് നിന്റെ മുകളിലൂടെ കവിഞ്ഞൊഴുകുന്ന ദൈവശക്തി. ശാസ്ത്രിക്ക് വചനം അറിയാം, ശാസ്ത്രിക്ക് ന്യായപ്രമാണം നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു ശാസ്ത്രിക്കും ഒരു ഭൂതം പിടിച്ചവൻ്റെ മേൽ കൈവച്ച് ഇന്ന് വരെ വെളിയിൽ കൊണ്ടുവരാൻ അറിയത്തില്ല.
എന്നാൽ നിനക്ക് ശാസ്ത്രിയെ പോലെ ജ്ഞാനം ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ നിന്റെ മേൽ റൂഹായുടെ ഓവർഫ്ലോയിങ് ഉണ്ടെങ്കിൽ നീ നോക്കിയാൽ മതി, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, മറഞ്ഞിരിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ചിലത് മാനിഫെസ്റ്റ് ചെയ്ത് വെളിവരും. യേശു 30 വർഷം ശുശ്രൂഷിച്ച അതേ പള്ളിയിൽ തന്നെയാണ് പ്ലീത്തോ ഫില്ലിങ്ങിന് ശേഷം യേശുവിൻ്റെ കയ്യിലൂടെ ഈ ഒരു അടയാളം നടക്കുന്നത്. യഹൂദന്മാരെല്ലാം അന്തം വിട്ടു, അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ശുശ്രൂഷയിൽ ചെയ്തിട്ടുണ്ടോ? അബ്രഹാം ഇത് ചെയ്തിട്ടില്ല. മോശ ചെയ്തിട്ടുണ്ടോ? മോശ ചെയ്തിട്ടില്ല. അയ്യോ, ഇത്രയും നാളുള്ള പ്രവാചകന്മാർ എവിടെയെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല, ആരും എങ്ങും ചെയ്തിട്ടില്ല. അവരെല്ലാവരും കൂടെ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ്റെ വാക്കുകൾ അധികാരത്തോടും ശക്തിയോടും കൂടിയുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, യേശു ഇതിനു മുമ്പ് പ്രസംഗിച്ചപ്പോൾ അധികാരവും ശക്തി ഇല്ലാത്തവനായിരുന്നുവോ? ഈ അധികാരവും ശക്തിയും ഒക്കെ അവൻ്റെ ഉള്ളിലായിരുന്നു. പ്ലീത്തോ ഫില്ലിങ് വന്നപ്പോൾ അവൻ്റെ അതോറിറ്റി റിലീസായി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ബഥേൽ എജു ചർച്ചിനോട് സംസാരിക്കുന്നു, ഓൺലൈനിൽ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരോട് സംസാരിക്കുന്നു. അധികാരമൊക്കെ നിങ്ങളുടെ അകത്ത് പാക്ഡ് ആയിട്ടിരിക്കുകയാണ്. പ്ലീത്തോ ഫില്ലിങ് വന്നു കഴിഞ്ഞാൽ നിന്റെ മേൽ കിടക്കുന്ന അതോറിറ്റി മാനിഫെസ്റ്റ് ചെയ്ത് വെളി വരാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രതികരിച്ചേ. നിന്റെ മേൽ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് വരുമ്പോഴാണ് നീ ആരാണെന്ന് വെളിപ്പെട്ട് വരുന്നത്. അന്ന് വരെ എല്ലാവർക്കും നീ ഒരു സാധാരണക്കാരനായ നസ്രേത്തുകാരനായിരിക്കും. എന്നാൽ ആത്മശക്തി നിങ്ങളുടെ മേൽ കവിഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ പിശാചുക്കൾ നിന്നെ നോക്കി വിളിക്കും, നീ ദൈവപുത്രനാണ്. ഞാൻ ഈ പദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചർച്ചിനകത്തും ഓൺലൈനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേലും ദുരാത്മ മണ്ഡലങ്ങളുടെ മേലും ഭൂതങ്ങളുടെ മേലും അസാധാരണമായ ഒരു അധികാരത്തോടു കൂടി ചിലരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ നാളുകൾക്ക് മുമ്പ് മലയാളികളുടെ ഇടയിൽ ഏറ്റവും പ്രാബല്യത്തിൽ നിന്നിരുന്ന, ഏറ്റവും എല്ലാ ഇടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു ശുശ്രൂഷയാണ് എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഭൂതം പിടിച്ച് ഏതെങ്കിലുമൊക്കെ വെളി വരുമെന്നേ, ഭൂതമിളകുക എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഏറെ നാളുകളായി ഇപ്പോൾ അനേക സഭകളിൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾ കാണുന്നില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതിനർത്ഥം എന്താണെന്നറിയാവോ? അവൻ എവിടെയോ മറവിടങ്ങളെ കണ്ടെത്തി അതിനകത്ത് മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് പ്രാപിച്ചിരിക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ വായ തുറന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ഒരുവന്റെ ഹൃദയത്തിനകത്ത് കൂടുകെട്ടിയിരിക്കുന്ന പൈശാചിക ഭൂതഗണങ്ങൾ ഓരോന്നായിട്ട് പുറത്തു ചാടാൻ തുടങ്ങും. കാരണം നിന്റെ മേൽ കവിഞ്ഞൊഴുകുന്നത് റൂഹായാണ്. നിങ്ങളുടെ മേൽ നിന്ന് ഒഴുകി വരുന്നത് അളവില്ലാത്ത അവന്റെ അത്യന്ത ശക്തിയാണ്. ദൈവശക്തിയായ പരിശുദ്ധയാത്മാവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഭൂതങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വരാൻ തുടങ്ങും. ഞാൻ അടുത്തൊരു വെളിപ്പാട് കൂടി അതിൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഉണർവിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് തെരുവോരങ്ങളിൽ നടന്നത് ഭൂതങ്ങളുടെ മേലുള്ള അഭിഷിക്തന്മാരുടെ അധികാരമായിരുന്നു. പൗലോസ് നടന്നു പോയപ്പോഴും പത്രോസ് നടന്നു പോയപ്പോഴും പ്രമുഖന്മാരായ എല്ലാ അപ്പോസ്തലന്മാരും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും വഴിവക്കുകളിൽ ഭൂതം പിടിച്ചതിൻ്റെ മേൽ കൽപ്പിച്ചവയെ പുറത്താക്കിയിരുന്നു. കേരളത്തിലും ബാംഗ്ലൂരിലും ഇതുപോലെയുള്ള നമ്മുടെ സിറ്റികളുടെ തെരുവുകളിലും ബസ് സ്റ്റാൻഡുകളിലും ആ മിനിസ്ട്രി പിന്നെയും വരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത്തരത്തിലുള്ള ശുശ്രൂഷകൾ ഇനിയും ഇവിടെ ആരംഭിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ പ്രാധാന്യമുള്ളതായി പറയുന്നു എന്ന് പിന്നീട് തെളിയിക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ പറയുമ്പോൾ ഭൂതങ്ങൾ എനിക്ക് കീഴടങ്ങണം, ദുരാത്മാക്കൾ എൻ്റെ കാൽ കീഴിൽ വന്ന് മുട്ടുമടക്കണം? കാരണം എൻ്റെ മേൽ പ്ലീത്തോ ഫില്ലിംഗ് ഉണ്ട്, ഞാൻ ഓവർഫ്ലോയിങ്ങിനകത്താണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ആവർത്തിച്ച് പറയുന്നത് വ്യക്തമാക്കാം. യേശുവിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് കഴിഞ്ഞു, ഒന്നാമത്തെ അത്ഭുതങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് യേശു പല വ്യക്തികളെയും കണ്ടുമുട്ടുന്നുണ്ട്, പല ആൾക്കാരെയും കണ്ടുമുട്ടുന്നുണ്ട്. ഭൂതം പിടിച്ചതിനെ അല്ല യേശുവിൻ്റെ അടുക്കൽ പിന്നെ അവർ കൊണ്ടുവന്നത്, ഊമനായ വ്യക്തിയെ കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നേ? ഊമനെ കൊണ്ടുവന്നു, ചെകിടനെ കൊണ്ടുവന്നു, പക്ഷവാതക്കാരനെ കൊണ്ടുവന്നു, കുഷ്ഠരോഗിയെ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, കർത്താവായ യേശുവേ, അങ്ങ് വലിയ ശുശ്രൂഷകനാണ്. അങ്ങ് ഇപ്പോൾ ശുശ്രൂഷിക്കേണ്ടത് മുമ്പിൽ വന്നിരിക്കുന്ന രോഗിയെ സൗഖ്യമാക്കുക എന്നുള്ളതാണ്. എന്നാൽ യേശു ചെയ്ത കാര്യം, അവൻ്റെ രോഗത്തെ ശാസിക്കുന്നതിന് മുമ്പ്, അവൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് അവൻ്റെ രോഗത്തിൻ്റെ പുറകിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന ദുരാത്മാവിനോട് പറഞ്ഞു, ഈ ശരം വിട്ടു മാറുക. അപ്പോൾ നാളിതുവരെ ആശുപത്രിയിൽ എല്ലാ മാസവും വലിയ ചെക്കപ്പിനകത്ത്, റിസൾട്ടിനകത്ത് ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് കൊണ്ടു നടന്നത് ആരെയാ? ഒരു ഭൂതത്തെയാ.
പക്ഷവാതക്കാരനെ തളർത്തിക്കിടത്തിയത് രോഗമല്ല, ആ പക്ഷവാതത്തിൻ്റെ ഒരു ദുരാത്മാവാണ്. ചെകിടൻ്റെ കാതിനെ അടച്ചു കളഞ്ഞത് രോഗമായിരുന്നില്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ കയ്യബദ്ധമായിരുന്നില്ല അവൻ്റെ കാതിൻ്റെ കേൾവിയില്ലാതിരുന്നത്, മറിച്ച് അവൻ്റെ ബധിരതയുടെ പുറകിൽ വ്യാപരിച്ചിരുന്ന ഒരു പിശാചുണ്ടായിരുന്നു, ഒരു ഭൂതമുണ്ടായിരുന്നു. സംസാരിക്കാൻ കഴിയാവുന്നവൻ്റെ തൊണ്ടയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ദുരാത്മാവുണ്ടായിരുന്നു. എന്നെ വിശ്വസിക്കുന്നവരുണ്ടോ? വചനം വിശ്വസിക്കുന്നവരുണ്ടോ? ഈ വാക്യത്തോട് അംഗീകരിക്കുന്നവരുണ്ടോ? അതേ ബ്രദർ, സത്യമാണെന്ന് അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നവരുണ്ടോ? ഞാനൊരു വെളിപ്പാട് പറയാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതാണ്ട് 90% രോഗങ്ങൾക്കും പുറകിൽ ഇതുപോലെ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ മണ്ഡലങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല ശാപങ്ങളുടെയും പുറകിൽ ഇങ്ങനെ വ്യാപരിക്കുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളുണ്ട്. നാം അനവധി തവണ പ്രാർത്ഥിക്കും, നാം എല്ലാ ആരാധനകൾക്കും പങ്കെടുക്കും. പക്ഷേ പ്ലീത്തോ ഫില്ലിംഗ് ഒരുവൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ രോഗത്തെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് അവൻ്റെ കണ്ണ് പതിക്കുമ്പോൾ തന്നെ ആ രോഗത്തിൻ്റെ പുറകിലിരിക്കുന്നതിനെ കാണാൻ കഴിയും. ഒന്നുറക്കെ പറഞ്ഞ് കാണാൻ കഴിയും. ഇത് ശാസ്ത്രിക്ക് കാണാൻ പറ്റില്ല, ഇത് പുരോഹിതന് കാണാൻ പറ്റില്ല, ഇത് യാഗമർപ്പിക്കുന്ന ആർക്കും കാണാൻ പറ്റത്തില്ല, ഇത് വിശുദ്ധന്മാരാരും കണ്ടിട്ടില്ല. പക്ഷേ പ്ലീത്തോ വന്നു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ഈ കാണുന്ന നഗ്നനേത്രങ്ങൾക്ക് മറ്റൊരു കപ്പാസിറ്റി ഉണ്ടായി, ആത്മമണ്ഡലങ്ങളെ കാണാനുള്ള കഴിവുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങൾ ഈ ചേറിലിരിക്കുന്നതിനെ കാണുന്നത് പോലെ തന്നെ പിന്നെ അങ്ങോട്ട് യേശു പ്ലേത്തോ ഫില്ലിങ് വന്നതിന് ശേഷം, ഔട്ട് പോറിങ് വന്നതിന് ശേഷം യേശു നോക്കിയിടത്തെല്ലാം ഭൂതങ്ങളുടെ രൂപവും സാദൃശ്യവും അവന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞു. എന്നോടൊപ്പം എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? അതുകൊണ്ട് ബധിരനെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ അവൻ കാണുന്നത് ബധിരനെയല്ല, ബധിരൻ്റെ തോളിന് പുറകിൽ എത്തി നോക്കി നിൽക്കുന്ന ബധിരതയുടെ ഭൂതത്തെ അവൻ കണ്ടു. അവൻ ബധിരന്റെ മേൽ കൈവയ്ക്കുന്നതിന് മുമ്പേ ബധിരതയുടെ ഭൂതത്തെ അവൻ ശാസിച്ചു. ഹല്ലേലൂയ. ചന്ദ്രവാതത്തിൻ്റെ രോഗവുമായിട്ട് വന്നയാൾ, പക്ഷവാത രോഗി, കുഷ്ഠരോഗി, ഇവരെല്ലാം വന്നപ്പോൾ യേശു രോഗത്തെ സൗഖ്യമാക്കുന്നതിന് മുമ്പേ അതിൻ്റെ പുറകിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന അന്ധകാരത്തിൻ്റെ ഭൂതഗണങ്ങളെ അവൻ ഓരോന്നായിട്ട് വാക്കുകൊണ്ട് പുറത്താക്കാൻ തുടങ്ങി. യഹൂദന്മാരെല്ലാം ആശ്ചര്യപ്പെട്ടു, ഇതെങ്ങനെ സംഭവിക്കുന്നേ? നമുക്കറിയാവുന്ന തച്ചൻ്റെ മകനാണല്ലോ ഇത്, നമുക്കറിയാവുന്ന സാധാരണക്കാരനായ യേശു ആണല്ലോ ഇതെങ്ങനെ സംഭവിക്കുന്നേ? ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത പ്രത്യേക എബിലിറ്റി നിങ്ങൾക്കുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഔട്ട് പോറിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലതിനെ കാണാൻ പറ്റും. ആമേൻ. എന്നോടൊപ്പം എത്ര പേര് ആ വാക്യത്തെ അംഗീകരിക്കുന്നുണ്ട്? ഇന്ന് വരെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ബ്രദറെ. പക്ഷേ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, ആത്മപകർച്ച നിങ്ങളുടെ കണ്ണിൻ്റെ വിഷനെ മാറ്റും. യേശുവേ, ഈ പദങ്ങൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ അവരുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ തുറന്നിട്ട് ആത്മജീവികളെയും ആത്മലോകത്തെയും കാണാനുള്ള കപ്പാസിറ്റി അവരുടെ കണ്ണുകളിലേക്ക് വന്ന് വീഴട്ടെ. വണ്ടർഫുൾ ഹോളി സ്പിരിറ്റ്. 2019 ദൈവം എന്നോടൊരു ഫെലോഷിപ്പ് ആരംഭിക്കാൻ പറഞ്ഞു. തിരുവനന്തപുരം സിറ്റിയിൽ സ്റ്റാച്യൂവിൽ ഞാനൊരു ചെറിയ കൂട്ടം ആരംഭിച്ചു. ഒത്തിരി അഭിഷിദ്ധന്മാരെ എടുത്ത് ട്രെയിൻ ചെയ്യുന്ന ഒരു മിഷണറി ട്രെയിനിങ് പ്രോഗ്രാം പോലെ ഞങ്ങളത് ആരംഭിച്ചു. ആ മാസങ്ങളുടെ ആദ്യത്തിൽ തന്നെ ഞാൻ ഈ വചനം അവരെ പഠിപ്പിച്ചു. നിങ്ങളുടെ സ്പിരിച്വൽ വിഷൻ ആക്ടിവേറ്റഡ് ആക്കുന്നത് എങ്ങനെയാണെന്നും ഓവർഫ്ലോ വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊരുക്ക് വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്ന് ഞാൻ അവരെ പഠിപ്പിച്ചു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപ കൊണ്ട് അതിനകത്തിരുന്ന പലരുടെയും കണ്ണുകൾ തുറന്നു. അന്ന് രാത്രി തിരികെ അവർ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ബൈക്ക് ഓടിച്ച് വീട്ടിൽ ചെന്ന ഉടനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഫോണിൽ തുരുതുരാ വാട്സപ്പ് മെസ്സേജുകളും ടെക്സ്റ്റുകളും കോളുകളും ഒക്കെ വന്ന് കിടക്കുന്നു. ഓരോന്നായിട്ട് വോയിസ് നോട്ടുകൾ കേട്ടപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു, ബ്രദർ, ഇന്ന് വരെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താ പാസ്റ്ററെ? ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വളവ് തിരിഞ്ഞപ്പോൾ വളവിനകത്ത് ഒരാൾ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ആരായിരുന്നു? പോലീസുകാരനാണോ? അല്ല പാസ്റ്ററെ, അവിടെ ഒരു ഭൂതം നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരാൾ പറഞ്ഞു, ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രത്യേക വളവിലെത്തിയപ്പോൾ എനിക്കൊരു അസാധാരണമായ ഒരു ദുർഗന്ധം എൻ്റെ മൂക്കിനകത്തേക്ക് വന്നടിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു വല്ല കോഴിയോ പട്ടിയോ ചത്ത് കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ എങ്ങും ആരും മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചിട്ടില്ല. പക്ഷേ വല്ലാത്ത ദുർഗന്ധം എൻ്റെ അകത്തേക്ക് വന്നു. പെട്ടെന്ന് ഞാൻ കണ്ടു ദുർഗന്ധത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദുരാത്മാവാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. മറ്റൊരാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു വഴിയിലൂടെ പാസ് ചെയ്തു പോയപ്പോൾ ആശുപത്രിയിലെ ഡെറ്റോളിൻ്റെ സ്മെല്ല് ഞാൻ വല്ലാതെ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താണ് അതിന് കാരണം? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള രോഗമില്ലാത്ത ഒരൊറ്റ ആളില്ല.
ഓരോ വളവുകളിലും, ഓരോ റെസിഡൻഷ്യൽ ഏരിയകളിലും, ഓരോ കോളനികളിലും ആധിപത്യം ചെലുത്തുന്ന ദുരാത്മാക്കളെ കാണാൻ അവരുടെ കണ്ണുകൾ അങ്ങ് തുറന്നു. കണ്ടാലല്ലയോ വെടിവെക്കാൻ പറ്റത്തുള്ളൂ. അന്തരീക്ഷത്തിലോട്ട് എടുത്തെറിഞ്ഞിട്ട് എന്നാ ചെയ്യാനാ? ആരുടെ ദേഹത്ത് കൊള്ളുവെന്ന് അറിയാനാ? ഇങ്ങനെ ആത്മജീവികളെ കാണാനുള്ള കപ്പാസിറ്റി ആദ്യം അവരുടെ കരങ്ങളിലേക്കുണ്ടായി. സംഭവിച്ച കാര്യം പിന്നീടാണ്. ആദ്യം അവർ ദുരാത്മ മണ്ഡലങ്ങളെ കാണാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അവർ പ്രാർത്ഥിക്കാൻ വന്ന ഉടനെ പറയും, പാസ്റ്റർ, ഇന്ന് നിങ്ങളുടെ ഇടത്തും വലത്തും 2 ദൂതന്മാർ നിൽക്കുന്നുണ്ട്. ഞാൻ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഒരു ദൂതൻ എൻ്റെ അടുക്കൽ വന്ന് തട്ടി. ഞാൻ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഒരു ഏഞ്ചൽ പാസ് ചെയ്തു പോയി. ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഞാനൊരു വിശുദ്ധനെ കണ്ടു. ആത്മലോകത്തിലുള്ളതിനെ കാണാൻ അവരുടെ കണ്ണുകളെ കർത്താവ് ഓപ്പൺ ചെയ്തു. എൻ്റെ ചോദ്യം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ചോദ്യം, യേശു പരിശുദ്ധാത്മ പൂർണ്ണനായിരുന്നിട്ട് പോലും 30 വയസ്സിന് മുമ്പ് വരെ ഇതൊന്നും അവൻ അനുഭവിച്ചിരുന്നില്ല. അവൻ്റെ മുമ്പിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടി സാധാരണ പോലെ പ്രാർത്ഥിച്ചു മടങ്ങാനേ യേശുവിന് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ 30ാമത്തെ വയസ്സിൽ ആത്മപകർച്ച വന്നപ്പോൾ അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ കപ്പാസിറ്റി പോലും മാറി. ആമേൻ, ആമേൻ. അടുത്ത ഉണർവിന് വേണ്ടി, അടുത്ത കാലഘട്ടത്തിലേക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന അഭിഷിക്തന്മാർക്ക് മിനിമം ഈ ക്വാളിറ്റി വേണമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? നിങ്ങളുടെ മേൽ അപവാദം ഉന്നയിക്കുന്ന ആ സ്ത്രീയല്ല കാണേണ്ടത്, ആ വെളിച്ചപ്പാടത്തിയുടെ മേൽ വ്യാപരിക്കുന്നതിനെ കാണാൻ. ഇന്ന് രാത്രി അങ്ങനെ സ്പിരിച്വൽ വിഷൻ ഈ ചർച്ചിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അയ്യോ എവിടാ പ്രശ്നം, ഓർത്തോയാണോ കാർഡിയോ ആണോ എന്നല്ല നോക്കേണ്ടത്. അങ്ങോട്ട് ചെന്ന ഉടനെ അവൻ്റെ ശരീരത്തിനകത്ത് ബന്ധിച്ചതിന് ശേഷം ആ ചങ്ങലകളെല്ലാം പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും മാറി നിൽക്കുന്ന ദുരാത്മാവിനെ കാണാൻ നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ, നിങ്ങൾ രോഗിയുടെ മേൽ കൈവയ്ക്കുന്നതിന് മുമ്പേ രോഗത്തിൻ്റെ പുറകിലിരിക്കുന്നവനെ ഇതാണ് ശുശ്രൂഷയുടെ രഹസ്യം. ആമേൻ, ആമേൻ. എനിക്ക് ഒരു അസൂയയില്ല, എനിക്ക് യാതൊരു വിധമായ റിസർവ്ഡ് മെൻറ്റാലിറ്റി ഇല്ല. എല്ലാവരും ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം തിരുവനന്തപുരം പട്ടണത്തിൽ ഇതൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കാർ എല്ലാവരും ചോദിച്ചു, എൻ്റെ ബ്രദറെ ഇത്തരം രഹസ്യങ്ങളൊക്കെ എല്ലാവർക്കും പറയാമോ? ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് സാവകാശം ഇല്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എല്ലാ ചാനലിലും ഞാൻ വന്നത് വിളിച്ചു പറഞ്ഞേനെ. കാരണം ഇത് നിങ്ങൾ അറിയരുത് എന്ന് പിശാച് ആഗ്രഹിക്കുന്നു. ദൈവം ഇത് നമുക്ക് വെളിപ്പെടുത്തിയത് അറിയിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കണ്ണ് തുറന്ന് ആത്മലോകത്തെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഓരോ വീടിൻ്റെ മേലും ഓരോ വ്യക്തിയുടെ മേലും വ്യാപരിക്കുന്നതെന്ന് തിരിച്ചറിയാനും അവൻ്റെ മേൽ, നിങ്ങളുടെ മേൽ കിടക്കുന്ന അധികാരത്തെ ഉപയോഗിക്കാനും കഴിയും. അതുമാത്രമല്ല കേട്ടോ, അതുമാത്രമല്ല, യേശു 40 ദിവസം ഉപവസിച്ചു. 40ാമത്തെ ദിവസത്തിൽ അവന് വിശന്നു. പരീക്ഷകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചു. അവൻ പരീക്ഷ ജയിച്ച ഉടനെ, ആരെങ്കിലും വാക്യം വായിച്ചിട്ടുണ്ടോ? ദൂതന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ 30 വയസ്സിന് മുമ്പ് വരെ ദൂതന്മാർ വന്നാലും ശുശ്രൂഷിച്ചാലും അത് സ്വീകരിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ആർക്കില്ലായിരുന്നു? യേശുവിനില്ലായിരുന്നു. അതിന് മുമ്പ് ഒരുപക്ഷെ ദൂതൻ വന്ന് തൊടും, പക്ഷേ നമുക്ക് കാറ്റടിക്കുന്ന എക്സ്പീരിയൻസ് പോലും ഉണ്ടാകത്തില്ല, കാറ്റടിക്കുന്ന ഫീലിംഗ് പോലും ഉണ്ടാകത്തില്ല. എന്നാൽ പ്ലെറോ ഒരുവൻ്റെ മേൽ അങ്ങോട്ട് കവിഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കണ്ണ് തുറക്കാൻ തുടങ്ങി. അവൻ്റെ ശരീരങ്ങൾ ആത്മലോകവുമായിട്ട് ഇടപെടാനുള്ള കപ്പാസിറ്റിയിലേക്ക് ആക്ടിവേറ്റഡ് ആകാൻ തുടങ്ങി. അതുകൊണ്ട് മരുഭൂമിയിലിരുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൂതന്മാരുടെ സമൂഹത്തിൻ്റെ ശുശ്രൂഷ ആസ്വദിച്ചുകൊണ്ട് യേശു റെസ്റ്റ് എടുത്തു. ഇന്ന് രാത്രി ദൂതന്മാരെ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കരമൊക്കിയേ, ദൂതന്മാരെ കാണാൻ ആഗ്രഹിക്കുന്നവർ കരമൊക്കിയേ. ദൂതന്മാരുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കരമുയർത്തിയേ. ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറഞ്ഞു തരാം, ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ടൊരു മർമ്മം പറഞ്ഞു തരാം. നിങ്ങൾ അകത്തെ നിറവിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ അനുഭവങ്ങളൊന്നും നിങ്ങൾക്കുണ്ടാകുകയില്ല. എന്നാൽ നിങ്ങൾ ആത്മാവിൽ കവിഞ്ഞൊഴുകി പ്ലീത്തോയിലേക്ക് കയറുമ്പോൾ, ഓവർഫ്ലോയിലേക്ക് കയറുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി മാറും, നിങ്ങളുടെ കാഴ്ചയുടെ കപ്പാസിറ്റി മാറും, നിങ്ങളുടെ അനുഭവങ്ങളുടെ കപ്പാസിറ്റി മാറും.
അതുകൊണ്ട് യേശു അന്നിനു മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പ്രാർത്ഥിക്കാൻ വരുന്നവരെ പ്രാർത്ഥിച്ചു വിടുകയായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് രോഗത്തിൻ്റെ പുറകിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന ദുരാത്മാക്കളെ കാണാനും അതിനെ പരാജയപ്പെടുത്തുവാനും യേശു തൻ്റെ അധികാരത്തെ ഉപയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടാൽ മാത്രം പോരാ, കാണിച്ചു തരുന്നത് അവയെ നിയന്ത്രിക്കാനുള്ള അധികാരമുള്ളത് കൊണ്ടാണ്. ആമേൻ, ആമേൻ. നിങ്ങളുടെ കണ്ണ് തുറന്ന് കണ്ടിട്ട് ഭയപ്പെട്ടിരിക്കാനല്ല, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞു എന്നതിനർത്ഥം നിങ്ങൾക്ക് അവയെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്നാണ്. ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ യേശു ഓവർഫ്ലോയിനകത്തോട്ട് കയറിയപ്പോൾ, പ്ലീത്തോ ഫില്ലിങ്ങിനകത്തോട്ട് കയറിയപ്പോൾ അവൻ അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊരു പുതിയ തുടക്കമായിരുന്നു, ഇതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ സുവിശേഷങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിക്കോ, അതിനകത്ത് മുഴുവൻ ഡീമൺസിൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ്, ഭൂതങ്ങളുടെ വെളിപ്പെടൽ നടക്കുകയാണ്. ആർക്കും നടക്കാൻ കഴിയാത്ത ഒരു വലിയ വാതിലുണ്ടായിരുന്നു, ഒരു വലിയ വഴി ഉണ്ടായിരുന്നു. അതിനകത്തുകൂടി സാധാരണപ്പെട്ട ആൾക്കാരും പോകാറില്ല. അഥവാ പോയാൽ ഒരു ഭ്രാന്തനായ മനുഷ്യൻ, മനോനിലവാരം തെറ്റിയ ഒരു മനുഷ്യൻ, മനോനില തെറ്റിയ ഒരു മനോരോഗി അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിക്കുമായിരുന്നു. ഒരു ദിവസം യേശു പറഞ്ഞു, നമുക്കെങ്കിൽ ആ വഴിയെ ഒന്ന് പോകാം. യേശു ആ വഴിയിലേക്ക് വന്ന് ആ പടകടുപ്പിച്ചു ഗദര എന്ന് പറയുന്ന ദേശത്തേക്ക് തൻ്റെ കാൽ പതിപ്പിക്കുന്നതിന് മുമ്പ് കല്ലറയിൽ കിടന്നവൻ നിലവിളിച്ചുകൊണ്ട് വന്നു. കാരണം ഇതിനു മുമ്പ് വന്നവരെല്ലാം മനുഷ്യരായിരുന്നു, ഇപ്പോൾ മാത്രമാണ് ആത്മാവിൽ ഒഴുകുന്നവൻ്റെ കാൽ. അർത്ഥം എന്താണെന്നറിയാവോ? അർത്ഥം എന്താണെന്നറിയാവോ? നിങ്ങൾ ആത്മാവിൽ ഒഴുകുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഔട്ട് പോറിങ്ങിനകത്ത് നിൽക്കുന്നയാളാണെങ്കിൽ, നിങ്ങളുടെ മേൽ പ്ലേറ്റ് ഓഫ് ഫില്ലിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോകണമെന്നില്ല, നിങ്ങൾ എവിടെയുണ്ടോ ആ ലൊക്കേഷനകത്ത് പോലും ദുരാത്മമണ്ഡലങ്ങൾക്ക് ഇരിക്കാൻ കഴിയാതെ വണ്ണമുള്ള അതോറിറ്റിയാണ് നിങ്ങളുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ രാത്രിയിൽ പ്ലീത്തോയുടെ അതോറിറ്റി ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മേൽ, ശുശ്രൂഷകന്മാരുടെ മേൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിർത്തരുത്. ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ കേരളക്കരയിലും സഭകൾക്കകത്തും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണ്. കാരണം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കവിഞ്ഞൊഴുക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ആരാ അധികാരത്തെ സ്വീകരിക്കുന്നത്? എൻ്റെ മേൽ അത് വീഴണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഈ അറിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പലയിടങ്ങളിലും പലതും ചെയ്യണമെന്നറിയാതെ ആകെ നട്ടം തിരിഞ്ഞു പോയി. എന്നാൽ ഇന്നു രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ഈ സഭയുടെ മേൽ റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ പ്ലീത്തോക്കകത്തൊരു അതോറിറ്റി ഉണ്ട്. പ്ലീത്തോക്കകത്ത് പറയുന്നത് അതുപോലെ സംഭവിക്കും. ഇനി എന്തുകൊണ്ടാണ് യേശുവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കും അത് ചെയ്യാൻ പറ്റുമോ? ഒരു വാക്യം ഞാൻ വേഗത്തിൽ നിങ്ങളെ കാണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം. വളരെ രസകരമാണ് കേട്ടോ ആ വാക്യം. എനിക്കൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 12 അതിൻ്റെ 29. വായിച്ചേ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ അവന്റെ കോപ്പ് കവർന്നു കളയാൻ, അവന്റെ സ്വത്തിനെ കവർന്നു കളയാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാലോ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്ത് അവനുള്ളതെല്ലാം സ്വന്തമാക്കാൻ എളുപ്പമാണ്. ഇത് യേശു പറയുന്നത് ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനകത്താണ്, ഭൂതങ്ങൾ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനകത്താണ്. ഹല്ലേലൂയ. യേശു അന്ന് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ മേൽ പ്ലീത്തോ ഉണ്ടെങ്കിൽ എൻ്റെ മേൽ അതുണ്ട്, അതുകൊണ്ട് ബലവാന്റെ കയ്യിലിരിക്കുന്ന സകലത്തെയും തിരികെ റിട്ടേൺ എടുക്കാൻ എനിക്ക് അധികാരമുണ്ട്. എന്നിട്ട് യേശു പറഞ്ഞു, ആ 12 പേരെ ഇങ്ങോട്ട് വിളിച്ചു, ശിഷ്യന്മാരുടെ അടുത്തൊരു വൃന്ദത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മേൽ കിടക്കുന്നതിനെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പോയിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? കാസ്റ്റ് ഔട്ട് ദ ഡീമൺസ്, ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. കാരണം യേശു തൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് തന്നെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. പല പ്രശ്നങ്ങളുടെയും പുറകിൽ വ്യാപരിക്കുന്നവൻ അവനാണ്. യവനെ നിങ്ങൾക്കെടുത്ത് വെളിയിലെറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുടുംബത്തെയും ആ വ്യക്തിയെയും ഡെലിവറൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാം ചെന്നിട്ട് ആ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. യേശുവിൻ്റെ മരണവും അടക്കവും പുനരുദ്ധാനം കഴിയുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. നിങ്ങൾ ഓർക്കുക, പ്ലീത്തോ ഫില്ലിങ്ങിനകത്ത് ഔട്ട് പോറിങ്ങിൻ്റെ അതോറിറ്റി മാത്രം ഉണ്ടായിരുന്ന യേശു കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ആ അധികാരത്തെ പകർത്തു കൊടുത്തിട്ട്
കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. എന്നാൽ ഇന്ന് നാം നിൽക്കുന്നത് യേശുവിൻ്റെ സുവിശേഷങ്ങളിലെ കാലഘട്ടത്തിനകത്തല്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നു, 2-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ പറയുന്നു, കാൽവരി ക്രൂശിൽ അവൻ്റെ സർവ്വ ആയുധവർഗത്തെയും അവൻ വെപ്പിച്ച് അവൻ്റെ മേൽ അവൻ ജയോത്സവത്തെ കൊണ്ടാടി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ബലവാനെ ഇതാ ഞാൻ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്, ബലവാന്റെ സകല ആയുധങ്ങളെയും ഞാൻ തച്ചു തകർത്തിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ സഭയോട് ഒരൊറ്റ കമാൻഡ്മെൻറ്റേ പറഞ്ഞുള്ളൂ, മക്കളെ ഇനി നിങ്ങൾക്ക് കയറി അടിക്കാനുള്ള സമയമാ, പേടിക്കേണ്ടടാ, പേടിക്കേണ്ട കാര്യമില്ല, അവൻ കവർന്നതിനെ എല്ലാം തിരിച്ചു പിടിക്ക്. ആ 2021 ഇത് പ്രസംഗിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങൾ നിൽക്കുന്ന റേഞ്ച് എന്താണെന്ന് മനസ്സിലായോ? 2020 വർഷങ്ങൾക്ക് മുമ്പേ ബലവാനെ യേശു ക്രൂശിൽ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇന്ന് ബലവാന്റെ കയ്യിൽ ഇരിക്കുന്നതിനെ തിരിച്ചു പിടിക്കാനുള്ള അധികാരം പ്ലീത്തോഫില്ലിങ്ങിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെയാണ് പിശാച് പിടിച്ചിരിക്കുന്നതെങ്കിൽ അവൻ്റെ അധികാരത്തിൽ നിന്ന് അതിനെ എടുത്തോണ്ട് വാ. നിങ്ങളുടെ നന്മയാണ് അവൻ എടുത്തോണ്ട് പോയതെങ്കിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ കയറി ചെന്ന് അതിനെ തിരിച്ചെടുത്തോണ്ട് വാ. ഏതൊക്കെയെങ്കിലും കുടുംബങ്ങളെ രോഗം കൊണ്ടാണോ, ശാപം കൊണ്ടാണോ, ബന്ധനം കൊണ്ടാണോ, അസമാധാനം കൊണ്ടാണോ, കുടുംബ തകർച്ച കൊണ്ടാണോ പിശാച് പിടിച്ചു വെച്ചിരിക്കുന്നത്, ഇന്ന് രാത്രി അതിനകത്തേട്ട് കയറിയിട്ട് പറ, നീ തകർക്കപ്പെട്ടിരിക്കുന്നു, നീ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇന്നിത് എൻ്റെ സമയമാണ്, നീ കൊണ്ടുപോയതിനെയെല്ലാം ഞാൻ ഇപ്പോൾ തിരികെ പിടിക്കുകയാണ്. ഓ ഷാലാമാധാരിയ, എന്നോട് ആത്മാവ് ഇങ്ങനെ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതിനകത്തിരിക്കുന്ന പലരും അങ്ങനെ പിശാചിന്റെ രാജ്യത്തെ കൊള്ളയടിക്കുന്നവരാക്കി പരിശുദ്ധാത്മാവ് മാറ്റുന്നു. യെസ്, നിങ്ങളുടെ വാഗ്ദത്തത്തിന് വിരോധമായി, നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക നിയോഗങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വിരോധമായി പിശാച് അപഹരിച്ചുകൊണ്ട് പോയ സകലത്തെയും ദൈവസഭ എഴുന്നേറ്റിട്ട് പറയും, ബലവാനെ ക്രൂശിൽ പിടിച്ചു കെട്ടിയതിനാൽ അവന്റെ സ്വത്തിനെ മുഴുവൻ, അവൻ സ്വന്തമാക്കി വെച്ചതിനെ മുഴുവൻ ഇന്ന് രാത്രി ഞങ്ങൾ തിരികെ എടുക്കുകയാണ്. കാരണം വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇപ്പോൾ എന്നിലൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് ഈ രാത്രി റിലീസ് ചെയ്യുന്ന ആത്മാവിനോട് പറയുന്നു. Yes, yes, Holy Spirit. Yes, Holy Spirit. Yes, Holy Spirit. Matalmas biti alkamama mama. Lepte helbia chalala baba baba. അധികാരത്തെ തിരിച്ചറിയുന്ന ഒരു കൂട്ടം ദൈവപുത്രന്മാർ ഇന്ന് രാത്രി എഴുന്നേൽക്കുക. പിശാചിന്റെ രാജ്യത്തിന്റെ അതിര് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് ഈ കേറി ചെന്ന് അവൻ അപഹരിച്ചത് മുഴുവൻ എടുത്തോണ്ട് വരാൻ കഴിവുള്ള അഭിഷിക്തന്മാർ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങളുടെ മേൽ കവിഞ്ഞൊഴുകുന്ന ആത്മപകർച്ചയുടെ അധികാരം ഇന്ന് രാത്രി തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങ്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നു. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവരോടും കൂടി ആണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, പല ദൈവിക ആലോചനകളും ഡേറ്റ് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവപുരുഷന്മാരിൽ നിന്ന് റിലീസായി വന്നിട്ടും ഈ വർഷം അത് നടക്കുമെന്ന് ദൈവത്തിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടും 2020 നടക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടും 2021 ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടും ആ ടൈം പീരീഡിനകത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന നന്മ നിങ്ങളുടെ കയ്യിലേക്ക് വരാതെ വണ്ണം പലതിനെയും ഒരു ബണ്ട് കെട്ടുന്നത് പോലെ കെട്ടിവെച്ചിരുന്ന ആ ബണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ പ്ലീത്ത് ഓഫ് ഫില്ലിംഗ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ ടൈം ടു റിട്ടേൺ ഇറ്റ് ബാക്ക്. തിരിച്ചെടുക്കുക. Wonderful Holy Spirit. Wonderful Holy Spirit. Oh, man med hol brahash matal brahaya. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് രോഗിയായ ആശുപത്രി വരാന്തകളിൽ കിടക്കാനല്ല. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ്. ദൈവപുരുഷന്മാർക്കെല്ലാം ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, നിനക്ക് ആരോഗ്യവും ആയുസ്സും ഉണ്ടാകും.
എന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മേലും നിങ്ങളുടെ ആയുസിൻ്റെ മേലും നിങ്ങളുടെ കിടക്കുന്ന അധികാരത്തെ നിങ്ങൾക്കറിയില്ല എന്ന് അവൻ അറിഞ്ഞതുകൊണ്ട് അവൻ കയറി വന്നിട്ട് വെച്ച രോഗത്തിൻ്റെ നുഖങ്ങളെ, ശാപത്തിൻ്റെ നുഖങ്ങളെ ഇന്ന് രാത്രി അധികാരം തിരിച്ചറിയുന്ന, ആത്മപകർച്ചക്കകത്തേക്ക് കയറി നിൽക്കുന്ന, അളവറ്റ ശക്തിയുടെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന ദൈവജനം ഒരുമിച്ച് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ദീർഘായുസിനെയും ആരോഗ്യത്തിനെയും സ്വീകരിക്കുക. ഇത് ഈ സഭയ്ക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ വീടുകൾക്കകത്ത് അത് നടക്കുന്നുണ്ട്. നിങ്ങളുടെ വീടുകൾക്കകത്ത് അങ്ങനത്തെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. Yes. Thank you, Holy Spirit. ഞാനൊരു വാക്യം നിങ്ങളോട് പറയട്ടെ. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ, ഉറക്കെ പറ. കേട്ടില്ല. അവൻ കേൾക്കെങ്കിലും പറ. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ. ആ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നു? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ നിങ്ങളെ നീതീകരിച്ചു, നിങ്ങളുടെ പാപി എന്ന പേരിനെ മാറ്റി അവൻ ഇന്ന് നിങ്ങളെ നീതിമാൻ എന്ന് വിളിക്കുന്നു. യു ആർ എ റൈച്ചസ് വൺ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരാണ്? ക്രിസ്തുവിൽ നീതിമാനാണ്. അങ്ങനെയെങ്കിൽ ആ വാഗ്ദത്ത വചനം ഒന്നുകൂടെ ഏറ്റു പറഞ്ഞ്, നീതിമാനായ അനീഷിന്റെ അവകാശത്തിന്റെ മേൽ, ഇൻഹെറിറ്റൻസിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ, തകർച്ചയുടെ ചെങ്കോൽ, ശാപത്തിന്റെ ചെങ്കോൽ ഇരിക്കില്ല. ഇരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇന്ന് രാത്രി ഇതിനകത്ത് ജയാളികളുടെ ഒരു കൂട്ടം എഴുന്നേൽക്കുന്നു. ജയാളികളുടെ ഒരു കൂട്ടം ഇന്ന് രാത്രി ഇതിനകത്ത് എഴുന്നേൽക്കുന്നു. Hallelujah. 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 നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് ആവശ്യമുള്ള അനുപാതത്തിൽ ദൈവം തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾക്കിപ്പോൾ ദാഹിക്കുന്നു. എന്താ ചെയ്യുന്നത്? ദാഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമുണ്ട്? വെള്ളം ആവശ്യമുണ്ട്. നിങ്ങളുടെ ദാഹം തീരുന്ന അത്രയും അളവിൽ അത് ആവശ്യമുണ്ട്. നിങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ എനിക്ക് വെള്ളം തരണമെന്ന്. കർത്താവ് പറയും, വെള്ളം സൃഷ്ടിച്ചിരിക്കുന്നത് മുഴുവൻ തന്നെ നിന്റെ ദാഹം തീർക്കാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് വെള്ളം കണ്ടെത്താൻ കഴിയുന്നില്ല. മനസ്സിലാകുന്നോ? ദാഹിച്ചു വരണ്ട ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസമായി, നിങ്ങളുടെ ദാഹം ശമിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? വയറ് വിശക്കുകയാണ്, ആഹാരമാണ് ആവശ്യം. നിങ്ങളുടെ ദൈവം നിങ്ങളെ ആഹാരത്തെയും വെള്ളത്തെയും തടഞ്ഞു വെക്കുന്നവനല്ല. വചനം ഞാൻ പറയണോ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ തീർത്ത് തരുന്നവനാണ്. നിങ്ങൾക്ക് ഒരു മുട്ടുമില്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ചെയ്ത് പെടണം എന്ന് ദൈവത്തിൻ്റെ പ്ലാനാണ്. എന്നാൽ ദാഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം തരാതെ, വിശക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആഹാരം തരാതെ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയോ വിശപ്പും ദാഹവും എല്ലാം കഴിഞ്ഞ് കുഴഞ്ഞു വീണ് ആരോഗ്യത്തോടു കൂടി ആഹാരം വാരി കഴിക്കാൻ പറ്റാത്ത സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വെള്ളവും ആഹാരവും കൊണ്ടുതരുന്ന പരിപാടി ദൈവരാജ്യത്തിൻ്റെതല്ല. അതായത് നിങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കിങ്ഡം പ്രൊവിഷൻസ് നിങ്ങളുടെ അടുക്കിലേക്ക് വരാതിരിക്കേണ്ടതിന് അവൻ അവിടെ കയറി ഒരു തടയലങ്ങ് തടയും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇച്ചിരി പരുക്കൻ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു ജോലി ആവശ്യമുണ്ട്. അലഞ്ഞ് തിരിഞ്ഞ് നടന്നു 3 വർഷം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? 21ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടക്കേണ്ടതാണ്. 38ാമത്തെ വയസ്സിൽ വിവാഹം നടക്കുന്നത് വാഗ്ദത്ത നിവർത്തിയാണോ? സമയത്ത്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് നിങ്ങളിലേക്ക് ദൈവം റിലീസ് ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവരാജ്യത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ, പക്ഷെ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടാതെ വണ്ണം നിങ്ങളുടെ കണ്ണിനെ മറച്ചോണ്ട് അവൻ്റെ ഒരു മറശീല പരിപാടിയുണ്ട്. അവൻ ഹാഗാറിൻ്റെ കാലഘട്ടം തൊട്ട് തുടങ്ങിയ പരിപാടിയായത്. ആവശ്യമുള്ളത് കണ്ണിന് മുമ്പിൽ കിടന്നാൽ എന്ത് ചെയ്യും? കണ്ണങ്ങ് മറച്ചു വയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ നന്മകൾ ദൈവരാജ്യത്തിൽ നിന്ന് എന്നെ അപ്രൂവലായി വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവയെല്ലാം വേറൊരു ചാനലിലൂടെ അവൻ കൊണ്ടൊരു ഗോഡൗണിൽ ഒളിപ്പിച്ചു വെച്ചേക്കുകയാണ്. എന്നാൽ പ്ലീത്തോ ഫില്ലിങ് വന്നപ്പോൾ യേശുവിന് മനസ്സിലായി, ആദാമിനെ എൻ്റെ പിതാവ് സൃഷ്ടിച്ചത് രോഗിയായിരിക്കാനല്ല, അവൻ പിന്നെ ഇങ്ങോട്ട് എല്ലാവരെയും രോഗികളാക്കി. എന്തിന്? കർത്താവിനാൽ പ്രയോജനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും അവൻ രോഗികളാക്കി. അപ്പോൾ യേശു പറഞ്ഞു, ഇനി മേലിൽ നിന്റെ ഗോഡൗണിൽ ഒരു രോഗിയും ഇരിക്കാതെ വണ്ണം ഞാൻ സകല രോഗികളെയും അവിടെ നിന്ന് ടേക്ക് ചെയ്യുകയാണ്, തിരിച്ചെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവിടെ കൊണ്ട് നിർത്തിയില്ല. യേശു ഒറ്റയാൾ മാത്രം ഇത് കൂട്ടിയാൽ കൂടുകയില്ലെന്ന് അവന് മനസ്സിലായതുകൊണ്ട് അവൻ തൻ്റെ ശിഷ്യന്മാരോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളണം? നിങ്ങൾ പുറപ്പെട്ട് രോഗികളുടെ മേൽ കൈവെപ്പീൻ, ഞാൻ അവരെ സൗഖ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇവനെ രോഗത്തിൻ്റെ അകത്ത് അവൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കോപ്പ് കവർന്നു കളയേണ്ടതിന്, അവൻ്റെ സ്വത്ത് കവർന്നെടുക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. യേശുവിന് പിന്നെയും മനസ്സിലായി, ഞാനൊരാളെന്ന് മാത്രമല്ല ഈ 120 പേര് കൂട്ടിയാക്കലും കൂടത്തില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നറിയാവോ? അവൻ്റെ വിലാപ്പുറം കുത്തിത്തുളച്ചിട്ട് വിശ്വസിക്കുന്ന സകലർക്കും സൗഖ്യത്തെ സൗജന്യമായി കൊടുത്തു. എന്തിനെന്നറിയാവോ? ബലവാനെ പിടിച്ചു കെട്ടിയാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന സകലത്തെയും നിങ്ങൾക്ക് തിരികെ പിടിക്കാം. നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവൻ ആദ്യം അബ്രഹാമിനോട് പറയണം, അബ്രഹാമേ, നിന്റെ ആൾക്കാരെല്ലാം പിരിച്ചുവിട്, നിന്റെ ഒട്ടകങ്ങളെല്ലാം കൊണ്ട് മരുഭൂമി തള്ളിക്കള, നിന്നെ സേവിക്കുന്ന എല്ലാ പ്രഭുക്കന്മാരെയും എടുത്ത് ദൂരെ എറി, നിന്റെ ജീവിതം കഷ്ടതയും നഷ്ടമാണെന്ന് അവൻ പറഞ്ഞേനെ. പക്ഷേ അവൻ പറഞ്ഞത്, ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? നിനക്കുള്ളത് മുഴുവൻ ഇനിയും വർദ്ധിക്കുവിടാ. രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും മല്ലിട്ട് നിൽക്കാൻ കഴിയുന്ന അളവിൽ നിന്റെ ദൈവമായ യഹോവ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്നെ ഞാൻ സമൃദ്ധമാക്കും, നീ 4 ദിശകളിലേക്കും പടർന്ന് കയറും. ഇതൊക്കെ കർത്താവിൻ്റെ പ്രോമിസാ. അപ്പോൾ ദൈവം നിങ്ങളോട് ഇതെല്ലാം വാഗ്ദത്തം ചെയ്തിരിക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കാണുന്നില്ല എങ്കിൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ മേൽ പ്ലീത്തോ വരാത്തത് കൊണ്ട്. നിങ്ങളുടെ നന്മയെ തടയുന്നത് എന്താണ് നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി പ്ലീത്തോ വന്നു കഴിഞ്ഞതുകൊണ്ട് നിങ്ങളിപ്പോൾ കൃത്യമായി സെൻസ് ചെയ്യും, ഈ മാസം കൊടുക്കേണ്ടിയിരുന്ന എൻ്റെ വാടക എവിടെയാ ബ്ലോക്കായത്? ഹല്ലേലൂയ. കിട്ടുന്നുണ്ടോ? എൻ്റെ വണ്ടിയുടെ EMI എവിടെയാ ബ്ലോക്കായത്? എൻ്റെ ശുശ്രൂഷയുടെ അടുത്ത വാതിൽ എവിടെയാണ് അടഞ്ഞുപോയത്? എൻ്റെ പ്രാർത്ഥനയുടെയും അഭിഷേകത്തിൻ്റെ തീ എവിടെയാ കെട്ടുപോയത്? എൻ്റെ മകളുടെ മേൽ വരേണ്ടിയിരുന്ന ആ നല്ല കുടുംബജീവിതം എവിടെ അടഞ്ഞുപോയത്? എന്തുകൊണ്ട് ഡിലേ സംഭവിക്കുന്നു? എന്തുകൊണ്ട് കാലതാമസം സംഭവിക്കുന്നു? പ്ലീത്തോ വന്ന നിങ്ങൾക്ക് മാത്രമേ അത് കണ്ണ് തുറന്ന് കാണാൻ പറ്റൂ. കണ്ണ് തുറന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവനോട് പറയടാ, നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ നീ ശ്രമിക്കണ്ട, അതിരിക്കത്തില്ല. പിശാചെ, നീ ശ്രമിക്കണ്ട, അതിരിക്കത്തില്ല. പിശാചെ, നീ കയറ് കെട്ടണ്ട, അതിരിക്കത്തില്ല. നീ പദ്ധതി രൂപീകരിക്കേണ്ട, അത് നടക്കത്തില്ല. കാരണം ഞങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അകത്ത് അപ്പൻ്റെ മക്കളായി ആത്മപകർച്ചയ്ക്കകത്ത് നടക്കുന്ന അടുത്തൊരു കൂട്ടമാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ കാണുന്നു, ഇതിനകത്ത് പലരുടെയും ജീവിതത്തോട് ബന്ധപ്പെട്ട് പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ഈ തരത്തിലുള്ള മാസ്റ്റർ പ്ലാനുകൾ ഇന്ന് രാത്രി ആത്മാവിൽ ചെന്ന് കീറിയെറിയാൻ ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു ആത്മീയ യുദ്ധമാണ്. അത് പക്ഷേ പ്ലീത്തോ ലഭിച്ച് അധികാരം പ്രാപിച്ചവർക്ക് മാത്രമേ നന്നായി ചെയ്യാൻ കഴിയത്തുള്ളൂ.
ആത്മപകർച്ച യേശുവിൻ്റെ മേൽ വന്നപ്പോൾ യേശു കാണാൻ ഇന്നലെ വരെ കഴിയാതിരുന്നതിനെ കണ്ടു. അവൻ പ്രശ്നത്തെ പരിഹരിച്ചു. അവൻ അതിൻ്റെ മേൽ ജയത്തെ കൊണ്ടാടി. അവൻ പറഞ്ഞു, ബലവാനെ ഞാൻ പിടിച്ചു കെട്ടിയിരിക്കുന്നു, ഇനി കയറി എടുത്തുകൊള്ളുക. ആത്മാവിൽ ഞാൻ ചില ദൂതുകൾ കൈമാറണമെന്ന് പരിശുദ്ധ ആത്മാവിൻ്റെ ഉള്ളിൽ വലിയ നിയോഗത്തെ തരുന്നു. ഓൺലൈനിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന 2 പേരുടെ വിവാഹ ജീവിതത്തിനകത്ത് വലിയ ഡിലേ വന്നിരിക്കുകയാണ്. വിശ്വസിക്കൂ സഹോദര, വിശ്വസിക്കൂ സഹോദരി, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ ഡിലേ കട്ടാകുന്നു. കാലതാമസം വരുത്തിക്കുന്ന പിശാചിനെ യേശുവിൻ്റെ നാമത്തിൽ സഭ ഒരുമിച്ച് ഞങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിൻ്റെ അടുക്കൽ ചില കൂടെ നടക്കുന്ന ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ജീസസ്, ദർ ഇസ് ആൻ എമർജൻസി. യേശു ചോദിച്ചു, എന്താ കാര്യം? നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് യാത്ര പോകണം. യേശു ചോദിച്ചു, എന്താ കാര്യം? എന്തുവാ അത്? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പുരുഷൻ ദൈവയുടെ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. യേശു കേട്ട പോടെ അതിനെ മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുന്നു. ശിഷ്യന്മാർ പിന്നാലെ വല്ലാതെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അയ്യോ യേശുവേ, നിനക്കറിയത്തില്ലയോ ലാസർ നിനക്ക് എത്ര പ്രിയപ്പെട്ട മനുഷ്യനാണ്, ലാസർ നിനക്ക് എത്ര വേണ്ടപ്പെട്ട ആളാണ്. യേശു ഒന്നും മിണ്ടിയില്ല. യേശു അവരോട് വല്ലാതെ അവരുടെ ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവരോട് പറഞ്ഞു, ഇത് അവന് ദോഷം വരുത്തത്തില്ല, മറിച്ച് ദൈവത്തിൻ്റെ രാജ്യം എന്താണെന്ന് തെളിയിക്കാനുള്ളൊരു അവസരമാണ്. യേശു എന്തുകൊണ്ടത് പറഞ്ഞെന്നറിയാവോ? യേശു ഒരു വലിയ ദൂരത്തിലിരിക്കുകയാണ്. പക്ഷേ യേശു ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു ലാസറിൻ്റെ ശ്വാസത്തെ ഞെക്കി അവസാനിപ്പിക്കുന്ന ഒരു മരണത്തിൻ്റെ പിശാച് അവനെ കൊന്നുകൊണ്ടിരിക്കുന്നത്. യേശു പറഞ്ഞു, അയ്യോ നീ കൊന്നോ, നിനക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആണല്ലോ മരണം, നിനക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റമാണല്ലോ ഒരുവനെ കൊല്ലുക എന്ന് പറഞ്ഞത്. നീ ചെയ്, കാരണം എൻ്റെ പുറകിൽ ഒരു 12 പേര് നിൽപ്പുണ്ട്. എനിക്കറിയാം മരണം ഒരു കാര്യമേ അല്ല എന്ന്. പക്ഷേ എൻ്റെ പുറകെ നിൽക്കുന്നവർക്ക് കല്ലറയിൽ നിന്നൊരുവനെ പുറത്തോട്ട് വിളിക്കാൻ ഞാൻ പറഞ്ഞാൽ ധൈര്യം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഞാനൊന്ന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നീ ചെയ്തോ. യേശുവിൻ്റെ അനുവാദത്തോടു കൂടി ലാസർ മരണത്തിന് കീഴടങ്ങി. 1-ാമത്തെ ദിവസമായി, മരിച്ചു. പോയാൽ ഒരു അനുശോചന പ്രസംഗം നടത്താം. യേശു പോയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. യേശു പറഞ്ഞു, ദിസ് ഈസ് ദ ടൈം, ഇതാ നാഴിക, ബാ. കാരണം സാധ്യതയെല്ലാം അങ്ങ് തീരട്ടെ, പോസിബിലിറ്റീസ് എല്ലാം അങ്ങ് തീരട്ടെ. യേശു ശിഷ്യന്മാരെല്ലാം കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നു. കഥയൊന്നും ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിലേക്ക് വന്നിട്ട് യേശു വിളിച്ചു, ലാസറേ, നീ ഇറങ്ങിപ്പോര്. ആത്മപകർച്ച യേശുവിൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തപ്പോൾ കല്ലറയ്ക്കകത്തിരിക്കുന്ന അഴുകിയ ശരീരം യേശു കണ്ടില്ല. പക്ഷെ എടുത്തു വെച്ച മാർത്തയും അത് കൊണ്ടുചെന്നടക്കിയ യഹൂദന്മാരും കണ്ടത് ലാസറിൻ്റെ അഴുകിയ ശരീരമാണ്. യേശു അഴുകിയ ശരീരം കണ്ടില്ല. കല്ലറയ്ക്കകത്ത് അവനെ മരണത്തിന് പിടിച്ചു വെച്ചിട്ട് നിൽക്കുന്ന മരണത്തിൻ്റെ അധികാരിയെ യേശു കണ്ടു. യേശു അവനെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ചില നാളുകൾ കഴിയുമ്പോൾ എൻ്റെ മരണത്തോടു കൂടി നിന്റെ ആ ചെങ്കോലിനെ ഞാൻ ഒടിച്ചു കളയും. കേൾക്കുന്നുണ്ടോ? എന്നിട്ട് യേശു താഴെ കിടക്കുന്ന ലാസറിനോട് പറഞ്ഞു, ലാസറേ, നീ എഴുന്നേറ്റ് പോര്. അവൻ്റെ ദ്രവിച്ചു പോയ ശരീരങ്ങളിലേക്ക് അപ്പോൾ തൻ്റെ ജീവൻ വെച്ച് അവൻ എഴുന്നേറ്റ് വന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടെല്ലാം അഴിച്ചേര്, കാരണം അവൻ ഇന്ന് ബന്ധിക്കപ്പെട്ടവനല്ല, അവനിപ്പോൾ സ്വതന്ത്രനാണ്. കുറച്ച് നാളുകളുടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ യേശു തന്നെ സ്വന്തം മരണത്താൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നു, അവൻ മരിച്ചത് ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ ഭയമല്ല ഉണ്ടാകേണ്ടത്, മരണമെന്ന് കേൾക്കുമ്പോൾ ഉയർപ്പിക്കാനൊരു സാധ്യതയുണ്ടെന്ന് ചിന്തിക്കണം. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പിശാച് നിങ്ങളുടെ നന്മ കെട്ടി അതിനെ തിരിച്ചെടുക്കാനല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, മരണത്തെ വരെ കാൽവറി ക്രൂശിലും കല്ലറയിലും കൊണ്ട് യേശു ജയിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, മോനെ, ഈ ഉയർത്തി പിടിച്ചിരിക്കുന്ന സാധനം കണ്ടോ? എല്ലാവരും അന്തം വിട്ട് അങ്ങോട്ട് ചോദിച്ചു, ഇത് പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവനെ ഈ താക്കോല് കൊണ്ട് പൂട്ടാൻ പറ്റില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഈ താക്കോൽ ഉപയോഗിച്ച് അനേകരെ മരണത്തിൽ നിന്ന് ജീവിപ്പിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി പ്ലീത്തോ ഫില്ലിങ്ങിനകത്ത് അതുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
ഹല്ലേലൂയ. കല്ലറകളെ തുറന്ന് ചിലരെ വെളിയിലേക്ക് കൊണ്ടുവരുന്നത് പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. എത്ര പേർ ഇന്ന് രാത്രി എന്നോടൊപ്പം വിശ്വസിക്കുന്നുണ്ട്? സമയം അല്പം നമ്മുടെ മുമ്പിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമ്മൾ ബാക്കി നാളെ പകൽ ചിന്തിക്കണമെന്നും കഴിയുന്നത്ര പരമാവധി നാളെ പകലിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇമ്പാർട്ടേഷൻ നടത്തണമെന്നും ഞാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. നാളെ പകലിൽ നമുക്കത് ചെയ്യാമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്ലീത്തോ വന്നു കഴിഞ്ഞാൽ, ആത്മപകർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ സജീവമാക്കപ്പെടും. നിങ്ങളുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ സജീവമാക്കപ്പെട്ടാൽ നിങ്ങളുടെ നന്മ എടുക്കുന്നത് ആരെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ മേൽ രോഗം കൊണ്ടുവരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ മേൽ മരണം കൊണ്ടുവരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെയും പിശാചിൻ്റെ സകല തന്ത്രങ്ങളെയും ജയിച്ചിട്ട് അവൻ്റെ അധികാരം മുഴുവൻ ഇന്ന് നമ്മുടെ മേൽ ആക്കി വച്ചിരിക്കുകയാണ്. അവൻ സഭയോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് അഴിയും, നിങ്ങൾ ഭൂമിയിൽ കെട്ടപ്പെടുന്നത് കെട്ടപ്പെടും. നിങ്ങളുടെ അധികാരം എന്താണ് നിങ്ങളത് തിരിച്ചറിഞ്ഞ് നിങ്ങളെ ഈ തലമുറയിലെ ദൈവപുത്രന്മാരാക്കി അവൻ വെച്ചിരിക്കുകയാണ്. ഈ രാത്രി എത്ര പേർ തയ്യാറാകുന്നുണ്ട്? അതെ ബ്രദർ, അതെ പാസ്റ്റർ, ഞാനത് അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചിലതിനെ തുറക്കാൻ, ചിലതിനെ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് പറഞ്ഞ്, കർത്താവേ, നാളുകളായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിശാച് എടുത്തുകൊണ്ട് പോയതിനെ ഞങ്ങളിപ്പോൾ തിരികെ പിടിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം അത് എന്നോ നഷ്ടമായി പോയതാണ്. ഇല്ല, സ്വസ്ഥതയുള്ള ജീവനം അത് ഞങ്ങളുടെ വാഗ്ദത്തമാണ്, അവകാശമാണ്. നീതിമാനായ എൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. വാടക വീടുകളിൽ നിന്ന് സ്വന്തമായ ഭവനങ്ങളിൽ താമസിക്കണമെന്നുള്ളത് ദൈവത്തിന് എന്നോടുള്ള വാഗ്ദത്തമാണ്. വാടക വീട്ടിൽ എന്നെ കിടത്തുക എന്നുള്ളത് പിശാചിന്റെ തന്ത്രമാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ സ്വന്തമായ ഭവനത്തെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വന്തമായി വാഹനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വന്തമായ ലാൻഡിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും പടർന്ന് പന്തലിക്കേണ്ടതിന് ഞങ്ങളെ സമ്പന്നന്മാരാക്കാൻ അവൻ ക്രൂശിൽ ദരിദ്രനായത് പിശാചിന്റെ കൈവശമിരിക്കുന്ന സകലത് തിരിച്ചെടുക്കാൻ കഴിയുന്ന ആത്മപകർച്ച നൽകിക്കൊണ്ടാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവോട് പറഞ്ഞ്, ഈ രാത്രി ഞാൻ ഈ മീറ്റിംഗ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ചില അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അങ്ങനത്തെ ചില മിറക്കിൾസുകൾ ഉണ്ടാകട്ടെ. ഇത് അവസാനിക്കുന്നില്ല, ഇത് അവസാനിക്കുന്നില്ല. ധൈര്യത്തോടെ നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് അധികാരം പ്രാപിച്ച, ആത്മപകർച്ച സ്വീകരിച്ച എല്ലാവരും നിങ്ങളുടെ വീടുകളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി പിശാച് അപഹരിച്ചതിനെ തിരിച്ചെടുക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾക്ക് തന്ന ആ വലിയ വിലപ്പെട്ട വാഗ്ദത്തത്തിനും മുൻപോട്ട് പോകുവാനുള്ള ആജ്ഞയ്ക്കും നിയോഗത്തിനുമായി നന്ദി. അങ്ങയുടെ ഭൃത്യനിലൂടെ ഇത് പകരുവാൻ തൻ്റെ നാവിനെ അഭിഷേകം ചെയ്തതിനാൽ അടിയങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ആ വീണ വാക്കുകളിൽ ഒരെണ്ണം വീണായി പോകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സഫലമായി നിവർത്തിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. മുഴുമഹത്വവും അങ്ങേക്ക്. അത് യേശുവിൻ നാമത്തിൽ തന്നെ. നാളെ പകലും രാത്രിയിലും കൂടെ മാത്രമേ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. ഞാൻ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയിട്ടത് സാധിക്കത്തില്ല. കാര്യം അദ്ദേഹം മറ്റു പ്രോഗ്രാം കൊടുത്തുപോയി എന്ന് പറഞ്ഞു. നാളെ പകൽ ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. നാളെ രാത്രി തൻ്റെ അവസാനത്തെ സെക്ഷനായിരിക്കും. ഇപ്രാവശ്യം ഇവിടെ നാളെ രാത്രിയിൽ സ്തോത്ര കാഴ്ചയും ഉണ്ടായിരിക്കും. സമാധാനത്തോടെ കടന്നു പോകാം. നാളെ 10:30 മണിക്ക് ഇവിടെ വെച്ച് നമ്മൾ ആരംഭിക്കും. വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കും.